നമസ്കാരം. നമ്മുടെ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ പരാജയമാണോ എന്നറിയാതെ ചോദിച്ചു പോവുകയാണ്. കാരണം ചില വിധികൾ കാണുമ്പോൾ അങ്ങനെ ചോദിച്ചു പോകും. കേരളത്തിന്റെ ഏറ്റവും വലിയ കുപ്രസിദ്ധനായ കുറ്റവാളി റിപ്പർ ജയാനന്ദൻ, അദ്ദേഹം ചെയ്തു കൂട്ടിയ അതിദാരുണമായ കൊലപാതകങ്ങൾ ഒന്നല്ല രണ്ടല്ല 7ഓളം സ്ത്രീകളെയാണ് അദ്ദേഹം കൊലപ്പെടുത്തിയിരിക്കുന്നത്. ആ കൊലപ്പെടുത്തുന്ന രീതിയാണ് വളരെ ക്രൂരത എന്ന് പറയുന്നത്. സ്ത്രീകൾ മാത്രമുള്ള വീടുകൾ സന്ദർശിച്ച് രാത്രികാലങ്ങളിൽ അവിടെ ചെന്ന് കയറിയിട്ട് ചുറ്റിക കൊണ്ട് സ്ത്രീകളുടെ തലയ്ക്കടിച്ച് കൊന്ന ശേഷം കവർച്ച നടത്തുന്ന ക്രൂരമായ രീതി, ക്രൂരമായ വിനോദമോ എന്ത് വേണമെങ്കിലും ഇതിനെ വിലയിരുത്താം. പക്ഷേ അങ്ങനെയുള്ള ആ കുറ്റവാളിക്ക് അന്ന് വിചാരണ കോടതി നൽകിയത് വധശിക്ഷയാണ് എങ്കിൽ അതിനുശേഷം സുപ്രീം കോടതി നൽകിയ ആ ശിക്ഷ, ആ വധശിക്ഷ ഇളവ് നൽകുകയായിരുന്നു. ഇദ്ദേഹം ഈ കുറ്റങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലയളവിൽ പോലീസ് പിടിച്ചുകൊണ്ടു പോകുന്ന ആ സമയത്തുള്ള ആ ഫോട്ടോയും വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ജയിലിൽ കടന്ന് സുഖിച്ച് പുറത്തിറങ്ങി മകളുടെ കല്യാണത്തിന് വേണ്ടി വന്ന ആ ഫോട്ടോയും കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ജയിലറകൾ എന്താണ്, ബ്യൂട്ടി പാർലറാണോ അതോ 5 സ്റ്റാർ ഹോട്ടലുകളാണോ എന്ന്. ആരെയും പേടിക്കാതെ ആരെയും കൂസാതെ സുന്ദരമായിട്ട് ജീവിക്കാൻ, സുഖമായിട്ട് ജീവിക്കാൻ, പണിയെടുക്കണ്ട, മറ്റൊന്നുമില്ലാതെ സുഖമായി ജീവിക്കാൻ പറ്റുന്ന ഒരിടമാണോ ജയിൽ? എന്താണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥ? വല്ലാതെ വേദന തോന്നുന്നുണ്ട്. അറിയാതെ ചോദിച്ചു പോവുകയാണ്, ഈ മരിച്ച 7 സ്ത്രീകളുടെ ആത്മാവിനും അവരുടെ കുടുംബാംഗങ്ങൾക്കും എന്ത് നീതിയാണ് സർ കിട്ടിയത്? ഇങ്ങനെയുള്ള രീതികൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ ഈ വധശിക്ഷ വീണ്ടും ചെറുതാക്കുന്നു. ഈ അവരുടെ കുടുംബത്തിനൊന്നും കിട്ടാത്ത നീതികൾ സർ സമൂഹത്തിന് നൽകുന്ന സന്ദേശം അതെന്താണ്? നമ്മുടെ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ അത് സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. ചിന്തിക്കാം, വിലയിരുത്താം.